നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. സൗന്ദര്യവൽക്കരണത്തിന്റെ മറവിൽ പഴയ ബസ് സ്റ്റാൻഡിലെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിച്ച നഗരസഭാ നടപടിയിൽ പ്രതിഷേധിച്ച് INTUC MG റോഡിൽ പ്രതിരോധ സമരം സംഘടിപ്പിച്ചു. AICC അംഗം VA നാരായണൻ ഉദ്ഘാടനം ചെയ്തു. വഴിയോര കച്ചവട സംരക്ഷണ നിയമം അനുസരിച്ച് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള ബാധ്യത നഗരസഭയ്ക്ക് ഉണ്ടെന്നും ഇതിനെതിരെ നിലപാട് സ്വീകരിച്ചാൽ പ്രതികരിക്കുമെന്നും KPCC ഖജാൻജി VA നാരായണൻ മുന്നറിയിപ്പ് നൽകി. നാഷണൽ ഫുട്പാത്ത് ഉന്തുവണ്ടി പെട്ടിക്കട തൊഴിലാളി യൂണിയൻ INTUC സംഘടിപ്പിച്ച പ്രതിഷേധ സമരം തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിശ്വസിക്കുന്നു. പാവപ്പെട്ടവന്റെ കഞ്ഞിയിൽ മൺവാരിയിട്ടുകൊണ്ടുള്ള വികസനം ഈ രാജ്യത്ത് വേണ്ട. വികസനത്തിന് ആർക്കും എതിരല്ല. പക്ഷേ ഇവരെ കൂടി സംരക്ഷിക്കാനുള്ള ബാധ്യത ഭരണാധികാരി വർഗത്തിലുണ്ട്. അത് മുനിസിപ്പാലിറ്റി ആയാലും സംസ്ഥാന സർക്കാരായാലും ജില്ലാ പഞ്ചായത്തായാലും ഏത് ഭരണമായാലും ആ ഭരണത്തിൽ ഈ പാവപ്പെട്ട തൊഴിലാളികളെ ഇവിടെ ഇരിക്കുന്ന 10-65 ആളുകൾ അവരുടെ ഉപജീവന മാർഗമാണ്. ആ ഉപജീവന മാർഗം ഇല്ലാതാക്കി എന്തിന്റെ പേരിൽ നടത്തിയാലും അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഈ രാജ്യത്ത് നിലനിൽക്കുന്നുവെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനം ഏറ്റെടുക്കുമെന്ന് ഞാൻ അസന്നിഗ്ധമായി ഈ വരിയിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. ആരെയും കഞ്ഞി മുട്ടിച്ചുകൊണ്ട് നമുക്ക് വികസനം വേണം. അതിന് ബദലായ മാർഗം സ്വീകരിക്കാൻ മുനിസിപ്പൽ അധികാരികൾക്ക് ബാധ്യതയും. എത്ര കാലമായി വികസനം തുടങ്ങി? എത്ര കാലമായി തലശ്ശേരിയിൽ കുത്തിപ്പൊളിച്ചിട്ടിട്ട് റോഡ് ലോറൻസ് റോഡിന്റെ വികസനം നടന്നു. നല്ല കാര്യം ഞങ്ങൾ എതിർത്തു. പക്ഷേ നല്ല കട്ട പിരിച്ച് നമുക്കറിയാം, ഒരു 10-12 വർഷം ബഹുമാന്യനായ കോടിയേരി ബാലകൃഷ്ണൻ MLA ആയപ്പോൾ തലശ്ശേരി ലോറൻസ് റോഡിൽ ഒരു ടാറിംഗ് നടത്തി. യൂണിയൻ പ്രസിഡന്റ് M നസീർ അധ്യക്ഷത വഹിച്ചു. INTUC സംസ്ഥാന സെക്രട്ടറി P ജനാർദ്ദനൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MB അരവിന്ദാക്ഷൻ, UDF നഗരസഭാ കൌൺസിലർമാരായ ഫൈസൽ പുനത്തിൽ, റാഷിദ ടീച്ചർ, PK സോന, N മോഹനൻ, കോൺഗ്രസ് നേതാക്കളായ അനചാലിൽ, A ഷർമിള, NK രാജീവ്, UK സിയാദ്, K രമേശൻ, യൂത്ത് ലീഗ് ടൗൺ കമ്മിറ്റി പ്രസിഡന്റ് റമീസ് നരസിംഹ, യൂണിയൻ നേതാക്കളായ C പ്രകാശൻ, ജോജോ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെ 3-4 ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ട്. അതിന്റെ അവസ്ഥ എന്താണ്? ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സ്. ആ ഷോപ്പിംഗ് കോംപ്ലക്സ് എപ്പോഴും പൊളിഞ്ഞു വീഴുമെന്ന് പറയാൻ സാധിക്കുമോ? എത്ര തവണയായി അവിടെ റിപ്പയർ നടക്കുന്നത്? അത് പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് മുനിസിപ്പൽ സെക്രട്ടറിന്റെ ഉത്തരവില്ലേ? ഇത് തൊട്ടപ്പുറത്ത് കിടക്കുന്നു, അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് തൊട്ടപ്പുറത്ത്. ആ ഷോപ്പിംഗ് കോംപ്ലക്സിന് നില എന്താണ്? അപകടകരമായ സാഹചര്യത്തിലെ കൂടി ആ ബിൽഡിങ്ങിന്റെ മുകളിൽ വലിയ വലിയ മരങ്ങൾ വളർന്നു പിടിച്ചിരിക്കുന്നു. പുതിയ ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് 15 കൊല്ലം മുമ്പേ പറഞ്ഞതാണ് അത് പൊളിച്ചു മാറ്റി പുതിയ കോംപ്ലക്സ് എടുക്കുമെന്ന്. അതെവിടെ എത്തി? അതും അതുപോലെ കിടക്കുന്നു. ഏത് സ്ഥലത്താണ് എന്തെങ്കിലും ചെയ്തിട്ടുള്ളത്? ഈ തൊട്ട അശോക ബേക്കറി ലൈന്, കുഞ്ഞിക്കിടന്നാരെ വെളിച്ചെണ്ണപ്പഴിയുടെ ലൈന് മുനിസിപ്പാലിറ്റി കൈവശം വന്നിട്ട് 25 വർഷം കഴിഞ്ഞു. ആ 25 വർഷത്തിന് ഓരോ 5 കൊല്ലത്തെ ബഡ്ജറ്റിലും വെക്കുന്നു. അത് പൊളിച്ചു മാറ്റി അവിടെ ട്രാഫിക് സംവിധാനത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു. 25 കൊല്ലത്തെ ബഡ്ജറ്റിലും വന്നത് അത് ഇതുവരെ നടപ്പാക്കാൻ സാധിച്ചോ? അതല്ല, അവിടെ തന്നെ കിടക്കുകയാണ്. ഒന്നും മാറ്റിയിട്ടില്ല. മുനിസിപ്പാലിറ്റി കൈവശമാണ്. സമഗ്ര ന്യൂസ്, തലശ്ശേരി.